ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വാർദ്ധക്യ പെൻഷൻ നൽകാനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രവർത്തനം ജില്ലയിൽ പലയിടങ്ങളിലും നടപ്പിലാകുന്നില്ലെന്ന് പരാതിയുണ്ട്. ജനപ്രതിനിധികൾ മുൻകൈയെടുത്ത് നടപ്പിലാക്കേണ്ട പ്രവൃത്തിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ജനങ്ങൾ തന്നെ ജനപ്രതിനിധികളോട് ഇക്കാര്യം സൂചിപ്പിക്കണമെന്ന അഭ്യർത്ഥനയോടെ പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിലെ ഖനന മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇടത് വലത് മുന്നണിയിലെ വ്യവസായ വകുപ്പ് മന്ത്രിമാരാണെന്ന് കെ സുരേന്ദ്രൻ. കാരാടി ബാർ അക്രമത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് കേരള മദ്യനിരോധന സമിതി. ബാർ വിരുദ്ധ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സമിതി. റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഡിസംബർ 30 തുടക്കമാകും. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കർണാടകയിലും ഹൈദരാബാദിലും ശക്തമായ വേരുകളുള്ള ഖനിമാഫിയയാണ് കേരളത്തിലും ഖനനത്തിനുള്ള അനുമതി സ്വന്തമാക്കിയിട്ടുള്ളതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്തരം ഭൂമാഫിയകളെ വഴിവിട്ട് സഹായിക്കുകയാണെന്നും എളമരം കരീം എംഎൽഎ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഈ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കർണാടകത്തിലും ഹൈദരാബാദിലും ശക്തമായിട്ടുള്ള വേരുകളുള്ള അതേ ഖനിമാഫിയകൾ തന്നെയാണ് കേരളത്തിലെയും അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഖനനത്തിനുള്ള അനുമതിയും അതിനാവശ്യമായിട്ടുള്ള ഭൂമിയുടെ ലീസ് അഗ്രിമെന്റും സ്വന്തമാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇത്തരം അനധികൃത ഖനി മാഫിയകളെ വഴിവിട്ട് സഹായിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള കരുനീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അനധികൃതമായിട്ടുള്ള ഖനന മാഫിയയ്ക്ക് കേരളത്തിൽ കാലുകുത്താൻ ഇടം കൊടുത്തത് ശ്രീ എളമരം കരീം വ്യവസായ മന്ത്രിയായിരുന്ന കാലത്താണ് എന്നുള്ളതാണ്. സിപിഐഎമ്മിന്റെ ഉന്നത നേതാവും സിഐടിയുവിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ എളമരം കരീമാണ് ഈ അനധികൃത ഖനന മാഫിയയ്ക്ക് കേരളത്തിൽ പ്രവർത്തനം നടത്താനുള്ള ലൈസൻസ് കൊടുക്കുന്നത്. കാരാടി ബാറിന് നേരെയുണ്ടായ അനിഷ്ട സംഭവത്തിന് കേരള മദ്യനിരോധന സമിതിക്കോ സത്യാഗ്രഹ സമിതിക്കോ യാതൊരു പങ്കുമില്ലെന്ന് സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കൂടാതെ കാരാടി ബാർ വിരുദ്ധ സമരം ഈ മാസം 27 പുനരാരംഭിക്കുമെന്നും ഈ വിഷയത്തിൽ 26 കലക്ടറേറ്റിന് മുൻപിൽ ധർണ സംഘടിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കാരാടി ബാർ താമരശ്ശേരിയിലെ ഒരു മുൻ ഡിവൈഎസ്പിയുടെ മുൻകൈയാൽ നടന്ന ജനവഞ്ചനയുടെ ഫലമായാണ് നിലനിൽക്കുന്നതെന്നും പൊറുതിമുട്ടിയ സമീപവാസികൾ 5 വർഷമായി തുടരുന്ന സമരമാണിതെന്നും ആ ജനങ്ങൾ ചെറുത്തുനിൽപ്പ് തുടരുമെന്നും നേതാക്കൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പിന്നെ മറ്റന്നാൾ സമരം തുടങ്ങും. അതിന്റെ പ്രഖ്യാപനമായി നാളെ കലക്ടറേറ്റ് ഗേറ്റിൽ ഞങ്ങളുടെ ഒരു 100-150 ആളുകൾ പ്രതീക്ഷിക്കുന്നു, പങ്കെടുക്കുന്ന ഒരു ധർണയുണ്ട്. സത്യാഗ്രഹികളോടുള്ള പോലീസിന്റെ ഭീകരത അവസാനിച്ചു കിട്ടുവാനും ബാർ എന്നേക്കുമായി അടച്ചുപൂട്ടിക്കുവാനും ജില്ലാ ഭരണകൂടവും സർക്കാരും ഇടപെടണമെന്നും അവർ കൂട്ടിച്ചേർത്തു. അടച്ചുപൂട്ടണമെന്ന് പോലീസിനാൽ ശുപാർശ ചെയ്യപ്പെട്ടതും പഞ്ചായത്തിന്റെ D&O ലൈസൻസ് ഇല്ലാത്തതുമാണ് ഈ ബാർ. ഇത്തരം 26 കാരണങ്ങളാൽ ബാർ തുടരാൻ അനുവദിക്കരുതെന്ന് കാണിച്ച് സമരസംഘം അധികൃതർ പരാതി നൽകിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പ്രദീപ് കുമാർ MLA ആണ് ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഡിസംബർ 30 മുതൽ ജനുവരി 3 വരെയാണ് കലോത്സവം നടക്കുന്നത്. വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. JDT സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രദീപ് കുമാർ MLA കൌൺസിലർ ബാലഗോപാലിന് നൽകിയാണ് ലോഗോ പ്രകാശനം ചെയ്തത്. ഈ കലോത്സവം വലിയ വിജയമാക്കാനുള്ള പ്രവർത്തനത്തിൽ നമ്മളിപ്പോൾ എല്ലാവരും സജീവമായിട്ട് ഈ ഭാഗമാക്കാവേണ്ടതുണ്ട്. നമുക്കിവിടെ വലിയ കലോത്സവങ്ങൾ നടത്തിയ അനുഭവമുള്ളവരാണ്. അപ്പോൾ വലിയ കലോത്സവങ്ങളൊക്കെ നടത്തി അതിന്റെ അനുഭവവും അത് ആസ്വദിച്ച അനുഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ഇത് റവന്യൂ ജില്ലാ കലോത്സവമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോളം വലുതല്ല, പക്ഷേ സംസ്ഥാന കലോത്സവം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഈ JDT സ്കൂളിൽ വെച്ചിട്ടാണ് നടത്താൻ തീരുമാനിച്ചത്. 4 വർഷത്തിനു ശേഷമാണ് വീണ്ടും JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ സ്കൂൾ കലോത്സവത്തിന് വേദിയൊരുക്കുന്നത്. ഡിസംബർ 30 മുതൽ ജനുവരി 3 വരെയാണ് കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ സതീഷ് കുമാറാണ്. JDT ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ G ഷംസുദ്ദീൻ, അസിസ്റ്റന്റ് DDE P അജയ്കുമാർ, പബ്ലിസിറ്റി കൺവീനർ C സദാനന്ദൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആഭരണ നിർമ്മാണ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. കലക്ടറേറ്റിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ CIT ജില്ലാ വൈസ് പ്രസിഡന്റ് P ബാലൻ ഉദ്ഘാടനം ചെയ്തു. ആഭരണ നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക, വിൽക്കപ്പെടുന്ന ആഭരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, വിലക്കയറ്റത്തിനനുസരിച്ച് മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക, ഒരു തൊഴിലാളിക്ക് ചുരുങ്ങിയത് 10,000 രൂപ മാസവേതനവും ക്ഷാമബത്തയും ഉറപ്പുവരുത്തുക, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ തൊഴിലാളികൾക്കും മിനിമം പെൻഷൻ 1000 രൂപയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട് ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. കലക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് P ബാലൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി കൊണ്ടുവന്നു. ക്ഷേമ പദ്ധതി കൊണ്ടുവന്നുവെങ്കിലും ഇന്നത് നടപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേമനിധി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാനുള്ള ഒരു അവസ്ഥയില്ലാത്ത സ്ഥിതിയാണ്. അളത്തിൽ വാസു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK കുട്ടൻ, K ജയരാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VP വിനോദ് എന്നിവർ സംസാരിച്ചു. ചില ഇസ്ലാം മത പ്രബോധകർക്ക് മാന്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ദവാ യൂത്ത് ഫോറം ചെയർമാൻ റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം അഭിപ്രായ ഐക്യത്തിലും മാന്യത കാത്തുസൂക്ഷിക്കണമെന്ന വിഷയത്തിൽ നവംബർ 28-ന് കോഴിക്കോട് ടൌൺഹാളിൽ തന്റെ നിലപാട് വിശദീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാം സ്നേഹം, കാരുണ്യം എന്നിവയിൽ അധിഷ്ഠിതമായ തത്വസംഹിതയും ജീവിതക്രമവുമാണ്. ഇതിന്റെ യഥാർത്ഥ പ്രബോധനമാകട്ടെ സൽസ്വഭാവത്തിന്റെ വഴിയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്നാൽ അടുത്ത കാലത്തായി വലിയൊരു ശതമാനം പ്രബോധകന്മാരും മനുഷ്യർ പരസ്പരമുള്ള വൈരവും ശത്രുതയും വർദ്ധിപ്പിക്കുവാനുള്ള തീർത്തും ആശ്വാസമല്ലാത്ത പ്രവണതകളിലൂടെയാണ് മുൻപോട്ടു പോകുന്നത്. ഈ തിന്മയ്ക്കെതിരെ മനുഷ്യ മനഃസാക്ഷിയെ ഒന്നിപ്പിക്കുവാനുള്ള ശ്രമമാണ് ദൗവ യൂത്ത് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതെന്ന് റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് ചരിത്രത്തിലെ ഇതുവരെ ഉണ്ടാകാത്ത ഒരു ദുരന്തമാണ് കേരളത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ മാസം 28-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കോഴിക്കോട് ടൌൺ ഹാളിൽ വെച്ച് താൻ സ്വന്തം നിലപാടുകൾ വിശദീകരിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പാടാക്കുന്ന വാർദ്ധക്യ പെൻഷൻ പദ്ധതി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് കമ്മിറ്റി അദാലത്ത് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ 52-ാം ഡിവിഷനിൽ നടന്ന അദാലത്ത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് NC റസാഖ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ 52-ാം ഡിവിഷനിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വാർദ്ധക്യ പെൻഷൻ നൽകുന്നതിന്റെ ഭാഗമായി കൌൺസിലർ KK സൈഫുന്നിസയുടെ നേതൃത്വത്തിൽ വാർദ്ധക്യ പെൻഷൻ അദാലത്ത് സംഘടിപ്പിച്ചു. അരക്കണനം മുസ്ലിം ലീഗ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് ബേപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് NC റസാഖ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി MA മുഹമ്മദ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. 52-ാം ഡിവിഷനിൽ മാത്രമല്ല ഈ പെൻഷൻ, കേരളത്തിൽ ഒട്ടുക്കുമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ 75 ഡിവിഷനിലും ഈ പെൻഷൻ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഈ വിവരം അറിയിക്കണോ? ഈ വിവരം അറിയിച്ചിക്കണോ? ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, തൊട്ടപ്പുറത്ത് 53-ാം ഡിവിഷൻ ഉണ്ട്, 50-ാം ഡിവിഷൻ ഉണ്ട്. എന്തേ ഇതുപോലെ ഒരു അദാലത്താണ്ട് വെച്ചൂടെ? നിങ്ങൾ പാവങ്ങൾ ആളുകളല്ലേ, അവിടുത്തെ വെച്ചുപോലെ കൌൺസിലർമാർ ഇവിടെ ഇല്ലേ? ആളെ തന്നെ കാണാനില്ല, എന്നിട്ടില്ല പെൻഷൻ, ആളെ തന്നെ കാണാനില്ല. അത് നിങ്ങൾ ആലോചിക്കണം. കൌൺസിലർ KK സൈഫുന്നിസ അധ്യക്ഷം വഹിച്ചു. KT ഗഫൂർ, AM അനിൽകുമാർ, KB സാഹിർ, P ബാവ, PPC നദീർ എന്നിവർ സംസാരിച്ചു. ജില്ലാ വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു.
കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം കോട്ടം, കണ്ണൂർ. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. കൊള്ളാലോ. ഏതാ സാർ പുതിയ പരസ്യം? ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പരസ്യമാണ്. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. എനിക്കോ? മക്കളൊക്കെ വലുതായി വരികയല്ലേ, സ്വർണം സമ്പാദിക്കണ്ടേ? ലളിതമായ തവണകളിൽ സ്വർണത്തിൽ നിക്ഷേപിക്കൂ. കാലാവധി തീരുമ്പോൾ വർദ്ധിച്ച മൂല്യവും ബോണസും നേടൂ. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അപ്പോൾ തന്നെ സ്വർണമായി മാറ്റുന്നു. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. ലാലേട്ടാ, ഇത് ഏതാ ഷൂട്ടിംഗ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. വാർത്തകൾ തുടരുന്നു. 57ാമത് കേരള സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് വെച്ച് നടക്കും. വോളിബോൾ, ക്രിക്കറ്റ്, ബോൾ ബാഡ്മിന്റൺ, ലോൺ ടെന്നീസ്, ചെസ്, ജൂഡോ എന്നീ മത്സരങ്ങളാണ് നവംബർ 27, 28 തീയതികളിൽ കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 27-ാം തീയതി ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 28-ന് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾക്കാണ് തുടക്കമാകുക. 3 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 1344 കായിക താരങ്ങൾ പങ്കെടുക്കും. വോളിബോൾ GHSS പൈമ്പ്ര, ക്രിക്കറ്റ് JDT ഇസ്ലാം HSS വെള്ളിമാടുകുന്ന്, ചെസ് സിൽവർ ഹിൽസ് HSS പാറോപ്പടി, ബോൾ ബാഡ്മിന്റൺ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വെസ്റ്റ് ഹിൽ, ലോൺ ടെന്നീസ് കോസ്മോപൊളിറ്റൻ ക്ലബ് കോഴിക്കോട്, ജൂഡോ ദേശഭൂഷണി ലൈബ്രറി ഹാൾ എന്നിവിടങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത്. മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 27-ാം തീയതി കാലത്ത് 11 മണിക്ക് ജൂഡോ മത്സരവേദിയായ ദേശഭൂഷണി ലൈബ്രറി ഹാളിൽ വെച്ച് പ്രദീപ് കുമാർ MLA അധ്യക്ഷതയിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമചന്ദ് നിർവഹിക്കും. ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല മുഖ്യ അതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കൊയിലാണ്ടിക്കടുത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ 3 പേർ ചേർന്ന് പീഡിപ്പിച്ചതായി പരാതി. സിവിൽ പോലീസ് ഓഫീസറും മറ്റ് 2 പേരും ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് പരാതിയുള്ളത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും കുട്ടിയുടെ മൊഴി വ്യക്തമല്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരീക്കുളം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കൊയിലാണ്ടിക്കടുത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ 8ാം ക്ലാസ്സുകാരിയെ സിവിൽ പോലീസ് ഓഫീസറും മറ്റു 2 പേരും ചേർന്ന് പീഡിപ്പിച്ചതായി പരാതി. വിദ്യാർത്ഥിനി പീഡന വിവരം സ്കൂൾ അധ്യാപികയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിക്കുകയും തുടർന്ന് കൊയിലാണ്ടി പോലീസിന് പരാതി നൽകുകയുമായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സിവിൽ പോലീസും മറ്റു 2 പേരും ചേർന്നാണ് പീഡിപ്പിച്ചതെന്ന് കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് തന്നെ പീഡിപ്പിച്ചതെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ കുട്ടി ആദ്യം പരാതി നൽകിയ അധ്യാപികയിൽ നിന്നും വിശദവിവരം ശേഖരിച്ചിട്ടില്ലെന്നും കുട്ടിയുടെ മൊഴി വ്യക്തമല്ലെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരീക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇതിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും ഉടനെ പിടികൂടണമെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ അന്വേഷണം വേണമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ബ്ലോക്ക് സെക്രട്ടറി P. കുട്ടിക്കൃഷ്ണൻ നായർ, OK ചന്ദ്രൻ, KK ബാലചന്ദ്രൻ എന്നിവർ പറഞ്ഞു. കളിസ്ഥലം ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത്. കോർപ്പറേഷനിലെ പയ്യാനക്കൽ പട്ടർതൊടിയിലെ 1 ഏക്കർ 82 സെന്റ് സ്ഥലം ഏറ്റെടുത്ത് കളിസ്ഥലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പയ്യാനക്കൽ പട്ടർതൊടി കളിസ്ഥലം ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന റാലിയും കൺവെൻഷനും നടന്നു. പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു റാലി ആരംഭിച്ചത്. നിരവധി പേർ റാലിയിൽ അണിചേർന്നു. പയ്യാനക്കൽ ദേശപ്രകാശിനി വായനശാലയ്ക്ക് മുൻവശത്തു നിന്നും ആരംഭിച്ച റാലിക്ക് കൌൺസിലർമാരായ PV ആവറാൻ, K. സ്വാമിനാഥൻ, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഇസ്മായിൽ, C. മിലാദ് ഷെരീഫ്, TT അസീസ്, ചാലിൽ മൊയ്തീൻ കോയ, CV അമീർ, ജംഷദ് നാലകത്ത്, MB ജുലാൽ, പാലാട്ട് പ്രേമരാജൻ, P. അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കൺവെൻഷൻ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ PV ആവറാൻ അധ്യക്ഷം വഹിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് K. മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു. കൌൺസിലർമാരായ CP മുസാഫിർ അഹമ്മദ്, K. സ്വാമിനാഥൻ,
വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CT സക്കീർ ഹുസൈൻ, M ബിജുലാൽ, MP ബാബുരാജ്, PK നാസർ, KP ശിവദാസൻ, CV അമീർ, ചാലിൽ മൊയ്തീൻ കോയ, TT അസീസ്, T ശിവദാസൻ, പാലാട്ട് പ്രേമരാജൻ, ജംഷിദ് നാലകത്ത് എന്നിവർ സംസാരിച്ചു. തെരുവ് നായ്ക്കളുടെ സൗര്യവിഹാരം നാട്ടുകാരുടെ ജീവന് ഭീഷണിയാവുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലായിരുന്നു ആവാസമെങ്കിൽ ഇടയ്ക്കിടെ റോഡിലിറങ്ങി നാട്ടുകാർക്ക് നേരെയും പരാക്രമം തുടങ്ങിയിരിക്കുകയാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെയാണ് അവസ്ഥ. തെരുവ് നായ്ക്കളെ പിടികൂടി ഉന്മൂലനം ചെയ്യുന്ന പ്രവൃത്തി നിലച്ചത് ജനങ്ങൾക്ക് ഭീഷണിയാവുന്നു. പെറ്റുപെരുകി ജനസംഖ്യയേക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കൾ ആവുകയാണ്. ഒഴിഞ്ഞ പറമ്പുകളിൽ തമ്പടിച്ചിരുന്ന ഇവ ഇപ്പോൾ റോഡിലിറങ്ങിയും പരാക്രമം ആരംഭിച്ചു. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ദിനംപ്രതി നിരവധി പേർക്കാണ് പരിക്കേൽക്കുന്നത്. റോഡിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തിന്നാനെത്തുന്ന നായ്ക്കൾ റോഡിന് കുറുകെ ഓടി വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. അറവ് മാലിന്യങ്ങളടക്കം റോഡരികിലും ആളൊഴിഞ്ഞ പറമ്പുകളിൽ നിക്ഷേപിക്കുന്നത് പതിവായതോടെ ഇവയുടെ എണ്ണവും വർദ്ധിച്ചു. ഗ്രാമങ്ങളിൽ എന്ന പോലെ നഗരത്തിലും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. പാവമണി റോഡ്, SK ടെമ്പിൾ റോഡ്, നടക്കാവ് വണ്ടിപ്പേട്ട, പുതിയ പാലം, തളി, വലിയങ്ങാടി, മിഠായി തെരുവ് എന്നിവിടങ്ങളിലെല്ലാം തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. ചില സീസണുകളിൽ തെരുവ് നായ്ക്കളെ പിടികൂടി നശിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതൊന്നും നടക്കാറില്ല. ആളെ കിട്ടാനില്ല എന്നാണ് അധികൃതർ പറയുന്നത്. തെരുവ് നായ്ക്കളുടെ സ്വൈര്യവിഹാരം കാരണം കുട്ടികളടക്കമുള്ളവർക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമുണ്ട്. ഇതിനെല്ലാം ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും ആവശ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് ബീച്ച് മെറൈൻ ഗ്രൌണ്ടിൽ ബ്രാൻഡ് കേരള ഫുഡ്വെയർ എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്തർദേശീയ തലത്തിൽ വളർന്നുകഴിഞ്ഞ കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഫുട്വെയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ച് മെറൈൻ ഗ്രൌണ്ടിൽ ബ്രാൻഡ് കേരള ഫുഡ്വെയർ എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രാൻഡ് വസ്തുക്കൾ എന്നാൽ വൻവിലയിലുള്ള സാധനങ്ങളാണെന്ന സങ്കല്പം മാറിയിരിക്കുകയാണ്. ഗുണമേന്മയ്ക്കൊപ്പം വിലക്കുറവുമുള്ള മികച്ച ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ബ്രാൻഡഡ് ആയിരിക്കുന്നത്. കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും ആവശ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രൊഫസർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, ജില്ലാ കളക്ടർ CA ലത, ഫൂമ പ്രസിഡന്റ് P ശശിധരൻ, M രാധാകൃഷ്ണൻ മാസ്റ്റർ, MV യോഹന്നാൻ, KT തോമസ്, ജോസ് ജോസഫ്, M മൊയ്തീൻ, C സജിത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വിദേശത്തു നിന്നും രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും പാദരക്ഷാ വ്യവസായവുമായി ബന്ധപ്പെട്ട് 1500ഓളം സ്ഥാപനങ്ങളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്തെ പാദരക്ഷാ നിർമ്മാണ വ്യവസായത്തിലെ സംരംഭകർ ഒന്നുചേർന്ന് ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. 3 ദിവസമായി നടക്കുന്ന പ്രദർശനത്തോടനുബന്ധിച്ച് ഈ വ്യവസായത്തിന് അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിനുള്ള സാധ്യതകളെപ്പറ്റിയും കേരളത്തിൽ എങ്ങനെ ബ്രാൻഡ് ചെയ്യാമെന്നതിനെപ്പറ്റിയും സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സർക്കാരിന്റെയും മാധ്യമങ്ങളുടെയും സഹായം കേരളത്തിലെ ബ്രാൻഡ് ചെയ്യുന്നതിനായി ആവശ്യമുണ്ട്. പ്രദർശനത്തിൽ 125 നിർമ്മാണ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ വിപണിയിലുമുള്ള വിതരണക്കാരന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ടൂറിസം മേഖലയിൽ മുൻകാലങ്ങളിൽ കേരളത്തെ അന്തർദേശീയ തലത്തിൽ ബ്രാൻഡ് ചെയ്തതുപോലെ പാദരക്ഷാ വിപണിയിലും കേരളത്തെ ബ്രാൻഡ് ചെയ്താൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ചലനങ്ങൾ പ്രവചനാതീതമാണെന്ന് സംഘാടകർ പറഞ്ഞു. ഇന്ന് കേരളത്തിൽ 700 കോടി രൂപയുടെ വിറ്റുവരവുള്ള വ്യവസായമാണ് പാദരക്ഷാ നിർമ്മാണവും വിപണനവും. 25,000-ഓളം തൊഴിലാളികൾ നേരിട്ടും അനുബന്ധ മേഖലകളിലും തൊഴിൽ ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ മേഖലകളിലേക്ക് പ്രവേശിച്ചാൽ 10 മടങ്ങ് തൊഴിലവസരങ്ങളും വിദേശ നാണയവും നേടാൻ കഴിയുമെന്നും സംഘാടകർ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന യുവശക്തി പദയാത്രയുടെ ഭാഗമായി ബേപ്പൂർ നിയോജക മണ്ഡല പദയാത്ര സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രബനീഷ് കൊമ്പടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ബേപ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. അരക്കിണർ അങ്ങാടിയിൽ DCC പ്രസിഡന്റ് KC അബു പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രബനീഷ് കൊമ്പടത്തിന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. രാജീവൻ തിരുവിച്ചിറ അധ്യക്ഷം വഹിച്ചു. DCC സെക്രട്ടറി റഫീഖ് അഹമ്മദ്, UDF കൺവീനർ രമേശ് നമ്പ്യത്ത്, അരിക്കനാട്ട് രാധാകൃഷ്ണൻ, മൊക്കത്ത് ശശി, C താജുദ്ദീൻ, VP ബഷീർ, ബിജിത് പിലാക്കാട്ട് എന്നിവർ സംസാരിച്ചു. വിവിധയിടങ്ങളിൽ നടന്ന സ്വീകരണത്തിന് ശേഷം ബേപ്പൂരിൽ നടന്ന സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പ്രബനീഷ് കൊമ്പടത്ത് അധ്യക്ഷം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജ്മൽ വണ്ടൂർ, വയനാട് പാർലമെന്റ് വൈസ് പ്രസിഡന്റ് ഹാരിസ് ബാബു അരീക്കോട്, രമേശ് നമ്പ്യത്ത്, ഡോക്ടർ MP പത്മനാഭൻ, ബിജിത് പിലാക്കാട്ട്, രാജേഷ് അച്ചാറമ്പത്ത്, സലീം ബേപ്പൂർ എന്നിവർ സംസാരിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മുജീബ് മാത്തോട്ടം, VP രവി, രാകേഷ് കൊയിലേരി, K സാമിനാഥൻ, സന്തോഷ് മുതുവന, ശ്രീകുമാർ, AT ദാസൻ, C അസീസ്, ഉമ്മർ ഫാറൂഖ് C എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള.
The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. കലാ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സീനിയർ സൂപ്രണ്ട് ജയരാജന് കൊയിലാണ്ടി അധ്യാപക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. കൊയിലാണ്ടി കോതമംഗലം GLP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി കെ ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടിയിലെ അധ്യാപക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സീനിയർ സൂപ്രണ്ടിന് യാത്രയയപ്പും കലാസായാഹ്നവും സംഘടിപ്പിച്ചു. കലാ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ജയരാജനാണ് യാത്രയയപ്പ് നൽകിയത്. കൊയിലാണ്ടി കോതമംഗലം GLP സ്കൂളിൽ നടന്ന പരിപാടി കെ ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഔദ്യോഗിക ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ 2-3 തവണ ഈ ഉച്ചക്കഞ്ഞിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെയർമാനായ കാലത്ത് എപ്പോഴും DD ഓഫീസ് തന്നെയാണ്. കെ ഗീതാനന്ദൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊയിലാണ്ടി AEO ജവഹർ മനോഹർ മുഖ്യപ്രഭാഷണം നടത്തി. രവീന്ദ്രൻ വള്ളിൽ, KK മനോജ്, സുരേഷ് കണ്ണങ്ങൽ, പ്രേംഭാസി തുടങ്ങിയവർ സംബന്ധിച്ചു. കൊളത്ര ക്രസന്റ് ബസാർ യുവകലാ സമിതി 3ാമത് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. മത്സരം വാർഡ് കൌൺസിലർ ശ്രീജ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. കൊളത്തറ ക്രസന്റ് ബസാർ യുവ കലാ കായിക സമിതി സംഘടിപ്പിച്ച 3ാമത് അഖില കേരള വടംവലി മത്സരം വാർഡ് കൌൺസിലർ ശ്രീജ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. KP മുഹമ്മദ് അലി പതാക ഉയർത്തി. മത്സരത്തിൽ A ടീം KYM പുളിക്കൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ചടങ്ങിൽ ഫസലുർ റഹ്മാൻ, ജബ്ബാർ കണ്ണാട്ടിക്കുളം, അബ്ദുൾ സലാം, ഇല്യാസ് മാസ്റ്റർ, ജസ്ലി റഹ്മാൻ, ഹംസത്ത് ബാഷ എന്നിവർ നേതൃത്വം നൽകി. പയ്യടിമേത്തൽ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം TV സിനിമാ താരം നിർമ്മൽ പാലാഴി നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് K അശോകൻ അധ്യക്ഷനായിരുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡിൽ കണ്ണം ചിന്നം പാലം മുതൽ GLP സ്കൂൾ വരെയുള്ള വീടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പയ്യടിമേത്തൽ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. അസോസിയേഷന്റെ ഉദ്ഘാടനം മിംക്രി TV സിനിമാ താരം നിർമ്മൽ നിർവഹിച്ചു. പ്രസിഡന്റ് K അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി PM ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി K ഗണേശൻ, വാർഡ് മെമ്പർ VC ജിഷ, പയ്യടിമേത്തൽ GLP സ്കൂൾ ഹെഡ്മാസ്റ്റർ N അജയകുമാർ, വേങ്ങേരി നിറവ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു പറമ്പത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് മാലിന്യ സംസ്കരണവും വീട്ടുമുറ്റ കൃഷിയും എന്ന വിഷയത്തിൽ ട്രഷറർ C സുജിത് പാൽ ക്ലാസ് എടുത്തു. കൂടാതെ അസോസിയേഷൻ പരിധിയിലെ കുട്ടികളെയും വനിതകളെയും പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സര പരിപാടികളും അരങ്ങേറി. ഇനി കായിക വിശേഷങ്ങളിലേക്ക്. ബേപ്പൂർ റോയൽ സ്പോർട്സ് ക്ലബിന്റെ സെപ്റ്റ് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനവും സെപ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റുകളിൽ മികച്ച വിജയം നേടിയ റോയൽ സെപ്റ്റ് 1ാമത് ബാച്ചിന്റെ അനുമോദനവും നടന്നു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി NIS കോച്ച് KP സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ റോയൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സെപ്റ്റ് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനവും സെപ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റുകളിൽ മികച്ച വിജയം നേടിയ റോയൽ സെപ്റ്റ് 1ാമത് ബാച്ചിന്റെ അനുമോദനവും ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിശിഷ്ടാതിഥികളെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് സ്വീകരിച്ചു കൊണ്ടുവന്നത്.
റോയൽ സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് കെ ബാലഗോപാലൻ അധ്യക്ഷനായ പരിപാടി മുൻ ഇന്ത്യൻ ഗോൾ കീപ്പറും NIS കോച്ചുമായ KP സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. സച്ചിൻ കെ, ആദർശ് ബാൽ, തൗഹാ ഷിബിർ, അഖിലൻ ഖാൻ. റോയൽ സ്പോർട്സ് സെക്രട്ടറി ആനന്ദൻ KP, റോയൽ സെപ്റ്റ് കോർഡിനേറ്റർ അബ്ദുൽ സലീം P, സെപ്റ്റ് കോഴിക്കോട് സെക്രട്ടറി C സേതുമാധവൻ, NIS കോച്ച് KK ബാലകൃഷ്ണൻ, കോർഡിനേറ്റർ സഹദേവൻ P, കൌൺസിലർ T ഹസൻ, N സതീഷ് കുമാർ, T ഉണ്ണികൃഷ്ണൻ, പേരോത്ത് പ്രകാശൻ, K വേണുഗോപാൽ, TV ബാബുരാജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അടിസ്ഥാന സൌകര്യമില്ലായ്മയാണ് കേരളത്തിലെ വികസനത്തിന്റെ കാര്യത്തിൽ പ്രധാന പ്രശ്നമെന്ന് മന്ത്രി KV തോമസ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉത്തരമേഖലാ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും എക്സലൻസ് അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉത്തരമേഖലാ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും എക്സലൻസ് അവാർഡ് ദാനവും കേന്ദ്രമന്ത്രി KV തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വികസന കാര്യത്തിൽ പ്രധാന പ്രശ്നം അടിസ്ഥാന സൌകര്യമില്ലായ്മയാണെന്ന് മന്ത്രി പറഞ്ഞു. ഹൈവേയുടെ വീതി സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. ചെക്ക് പോസ്റ്റുകളിൽ ഒരു സ്കാനർ സ്ഥാപിക്കാൻ പോലും ഇതുവരെയായിട്ടില്ല. ടൂറിസ്റ്റുകൾ വരുമ്പോഴാകട്ടെ ഇവിടെ ഹർത്താലുമാണ്. നേരത്തെ മൂന്നാറിലെ കെട്ടിടങ്ങൾ പൊളിച്ചു, ഇപ്പോഴാകട്ടെ തീരപ്രദേശത്തെ കെട്ടിടങ്ങൾ പൊളിക്കുന്നു. ഒന്നിനും ഒരു കാഴ്ചപ്പാടില്ല. മാധ്യമങ്ങൾ പരസ്പരം വെട്ടിവീഴ്ത്തുന്ന മത്സരം ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു. KCCI ചെയർമാൻ KN മർസൂഖ് അധ്യക്ഷം വഹിച്ചു. മുൻ മന്ത്രി എളമരം കരീം MLA മുഖ്യപ്രഭാഷണം നടത്തി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടർ, ULCC പ്രസിഡന്റ് P രമേശ്, ഹൈലൈറ്റ് ഗ്രൂപ്പ് ചെയർമാൻ P സുലൈമാൻ എന്നിവർക്ക് എക്സലൻസ് അവാർഡുകൾ നൽകി. ചേംബർ ഉത്തരമേഖലാ ഭാരവാഹികളായ TV മുസ്തഫ, നസീർ ഹുസൈൻ, ഗോപി നട്രാജ്, സാബു ജോസഫ് എന്നിവർ സ്ഥാനമേറ്റു. PK അഹമ്മദ്, MP അഹമ്മദ്, ആഷിഖ് പരോൾ, അവാർഡ് ജേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പരിസ്ഥിതിയെ തകർക്കുന്ന ആറന്മുളയിലെയും വയനാട്ടിലെയും വിമാനത്താവള പദ്ധതികൾ സർക്കാർ ഉപേക്ഷിക്കണമെന്ന് സോഷ്യലിസ്റ്റ് യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് K കലാജിത്ത് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൂടാതെ തൃശൂരിലെ കാതികുടത്ത് നീറ്റ ജലാറ്റിൻ കമ്പനിക്കെതിരെ നാട്ടുകാർ നടത്തുന്ന സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ മാസം 28-ാം തീയതി കാതികുടത്ത് സോഷ്യലിസ്റ്റ് യുവജനതാ സംസ്ഥാന സമിതി അംഗങ്ങളും ജില്ലാ പ്രസിഡന്റുമാരും ഉപവാസ സമരം നടത്തുമെന്നും കൂട്ടിച്ചേർത്തു. സമരം സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഈ ചരിത്ര വർഷത്തിൽ 5.5 പതിറ്റാണ്ടിലേറെ കാലമായി സാഹിത്യരചന നടത്തിക്കൊണ്ടിരിക്കുന്ന തനിക്ക് നബിചരിതം കിളിപ്പാട്ട് എന്ന പുതിയ കൃതി എഴുതി തുടങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സുകുമാരൻ കക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ കൃതി ഭാഷയ്ക്കും സാഹിത്യത്തിനും മുതൽക്കൂട്ടാവുമെന്നതിലുപരി മതസൌഹാർദ്ദം, പരസ്പര ബഹുമാനം, മാനവികത തുടങ്ങിയ മൂല്യസങ്കല്പങ്ങൾക്ക് കരുത്തു പകരുമെന്നും സുകുമാരൻ കക്കാട്, സുനിൽ KP, E കുഞ്ഞാലൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ഖനന മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇടത് വലത് മുന്നണിയിലെ വ്യവസായ വകുപ്പ് മന്ത്രിമാരാണെന്ന് K സുരേന്ദ്രൻ. കാരാടി ബാർ അക്രമത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് കേരള മദ്യനിരോധന സമിതി. ബാർ വിരുദ്ധ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സമിതി. റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഡിസംബർ 30-ന് തുടക്കമാകും. കലോത്സവത്തിന് ലോഗോ പ്രകാശനം ചെയ്തു. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.